ലോകമെങ്ങുമുള്ള മനുഷ്യരെ വേദനിപ്പിച്ച ഒരു ദുരന്തമായിരുന്നു ജോർജിയയിൽ ഹെലികോപ്റ്റർ അപകടത്തിൽ 25-കാരനായ ദേവ് ഫിജി കൊല്ലപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ആവണം ലോകത്തിലുള്ള എല്ലാ മാധ്യമങ്ങളും ആ വാർത്ത കവർ ചെയ്തു. പിന്നെ മലയാള മാധ്യമങ്ങളെല്ലാം വലിയ തോതിൽ വലിയ പ്രാധാന്യത്തോടെ അത് പ്രസിദ്ധീകരിച്ചു. അപ്പം നമ്മുടെ സമൂഹത്തിനുള്ള ആ വേദനയും ദുഃഖവും പങ്കുവെക്കുന്നതായിരുന്നു ഈ റിപ്പോർട്ടുകളെല്ലാം തന്നെ. അപ്പോൾ ഇന്ന് പിന്നെ വെള്ളിയാഴ്ച അദ്ദേഹത്തിൻ്റെ പൊതുദർശനത്തിൻ്റെ ഈ ലൈവ് സ്ട്രീമും കണ്ടു. പിന്നെ ബന്ധുമിത്രാദികൾ അവിടെ ഇരിക്കുന്നു. അത് അണമുറിയാതെ ആളുകൾ വരുന്നു, ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. പലരും കണ്ണീരടക്കാൻ വിഷമിക്കുന്നു, ചിലർ ആ കണ്ണീർ തുടയ്ക്കുന്നു. അങ്ങനെ ഈ ബന്ധുക്കളാണെങ്കിലും അവർ പലരും കണ്ണീർ ഇടയ്ക്കിടയ്ക്ക് കരയുന്നത് നമ്മൾ കാണുന്നു. അപ്പോൾ അങ്ങനെയുള്ള ആ ദുഃഖത്തിൻ്റെ ദുഃഖം കെട്ടി നിൽക്കുന്നൊരു അന്തരീക്ഷം, ഇങ്ങനെയൊരു വേർപാട് നമ്മളെ സംബന്ധിച്ചോളം പുതുമയാണെന്ന് തോന്നുന്നു. അതുകൊണ്ടായിരിക്കാം മനുഷ്യരൊക്കെ ഇത്രയധികം പിന്നെ ചഞ്ചല ചിത്തരാവുന്നത്. നമ്മൾ വളരെ സെൻറ്റിമെൻ്റലായിട്ട് തന്നെയാണ് അതിനെ കാണുന്നത് എന്ന് തോന്നുന്നു. വിവാഹ ജീവിതത്തിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ ആണ് മരണം തട്ടിക്കൊണ്ടുപോയത്. അപ്പോൾ അത് സാധാരണയായി നടക്കുന്ന ഒരു കാര്യമല്ല, അപൂർവമായൊരു സംഭവം. അതുകൊണ്ടായിരിക്കാം ഇത്രയധികം നമ്മെ വേദനിപ്പിക്കുന്നതും. അപ്പോൾ അതിൽ വധു അവരെയും കണ്ടു, അവരും പിന്നെ ഇടയ്ക്ക് കരയുന്നതും ഇടയ്ക്ക് ദുഃഖിക്കുന്നതും ഒക്കെ നമ്മൾ കാണുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ആ ദുരന്ത ദൃശ്യങ്ങൾ അതിൽ പിന്നെ പാസ്റ്റർമാരും അതുപോലെയുള്ള ആളുകളെല്ലാം വന്ന് ആശ്വാസകരമായ പ്രസംഗങ്ങളൊക്കെ നടത്തുന്നു. ഈ ബൈബിളിലും ഒക്കെ ഉള്ള കാര്യങ്ങൾ പറയുന്നു. നമ്മൾ ആശ്വാസം കാണേണ്ടത് എങ്ങനെയാണെന്നും അങ്ങനെയുള്ള ഉപദേശങ്ങൾ പലപ്പോഴും ഇങ്ങനെ പിന്നെ പറയുമെങ്കിലും ആ ബന്ധുക്കൾക്കും മിത്രങ്ങൾക്കും എത്രയൊക്കെ വചനങ്ങളും എത്രയൊക്കെ കാര്യങ്ങൾ പറഞ്ഞാൽ എത്രയൊക്കെ പ്രത്യാശയൊക്കെ അവരിൽ ഉണ്ടാക്കിയെടുത്താൽ കൂടി ഇതൊന്നും മറികടക്കുക അത്ര എളുപ്പമല്ല. ഇത്രയും വലിയ ദുരന്തങ്ങളും ഇത്രയും വലിയ ദുഃഖങ്ങളും ഒന്നും മറികടക്കുക എളുപ്പമുള്ള കാര്യമല്ല. അപ്പോൾ അത് അനുഭവിക്കുന്നവർ അത് അനുഭവിക്കുക തന്നെയാണ് ചെയ്യുന്നത്. നമ്മൾ കണ്ടു നിൽക്കുന്നവർ നമ്മളും അതിൽ പങ്കുചേരുന്നു. നമുക്ക് പോലും ദുഃഖം തോന്നുന്നു എന്നുള്ളതാണ് ഇങ്ങനെയുള്ള സംഭവങ്ങളുടെ ഒരു പ്രത്യാഘാതമായിട്ട് കാണേണ്ടിയിരിക്കുന്നത്. എന്തായാലും ആ ചെറുപ്പക്കാരൻ, ആ യുവ വൈമാനികൻ ഇപ്പം അകാലത്തിൽ അന്ത്യയാത്ര പറഞ്ഞിരിക്കുന്നു. അതോടൊപ്പം തന്നെ മറ്റൊരു യുവ വൈമാനികൻ, അയാൾ ഹെലികോപ്റ്റർ പറപ്പിച്ചിരുന്ന നിഖിൽ നർഗുൺകർ എന്ന് പറഞ്ഞാൽ മറ്റൊരു ഇന്ത്യക്കാരനാണ്. അപ്പോൾ ആ പ്രായം ചെറുപ്രായമാണ്. അപ്പം പിന്നെ ഹെലികോപ്റ്റർ എടുത്തു കഴിഞ്ഞാൽ ഒരു കുഴപ്പവുമില്ല, മഴയും കാറ്റുമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും അതിനേക്കാൾ ഉയരത്തിലങ്ങ് പറന്നു പോകാവുന്നേ ഉള്ളൂ. 20 മിനിറ്റ് കൊണ്ട് ആ പീച്ച് ട്രീ ഡിക്കാൽബ് ആ വിമാനത്താവളത്തിലെത്താം. അത്ര ഈസി ആയിട്ട് പോകാവുന്നതേ ഉള്ളൂ എന്നുള്ള ആ ധൈര്യപ്പെടുത്തലാണ് അവർ പിന്നെ വരനും വധുവും ആ ഹെലികോപ്റ്ററിൽ കയറുന്നത്. ആ വിവാഹത്തിൻ്റെ ഒരു പാക്കേജ് ആയിരുന്നു ഈ പിന്നെ ഹെലികോപ്റ്റർ യാത്രയും. അങ്ങനെ അവിടുന്ന് അറ്റ്ലാന്റയിലെ ഡൗണിലുള്ള ഒരു ഹോട്ടലിലേക്കായിരുന്നു അവർ ലക്ഷ്യമിട്ടിരുന്നത്. പക്ഷേ ഇടയ്ക്ക് വെച്ച് ഹെലികോപ്റ്റർ തകർന്നു വീണു. എന്തുകൊണ്ടാണതെന്ന് വ്യക്തമല്ല. പക്ഷേ കാലാവസ്ഥ മോശമായിരുന്നതാണ് പ്രധാന കാരണമെന്ന് നമ്മൾ കരുതുന്നു. അല്ലെങ്കിൽ വിസിബിലിറ്റി, കാഴ്ച തീരെ പിന്നെ കാണാൻ പറ്റില്ലായിരുന്നു, തീരെ കാഴ്ചക്കുറവുണ്ടായിരുന്നു. അപ്പം മുന്നിലെന്താണെന്ന് അറിഞ്ഞുകൂടാ. അപ്പോൾ ഏകദേശം വെച്ച് പോകുമ്പോൾ എവിടെയെങ്കിലും പിന്നെ ഉയരമുള്ള മലകളൊക്കെ ഉണ്ട്, എന്താ സംഭവിച്ചത് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ എങ്ങനെയായാലും ആ വിധി ഇങ്ങനെയൊക്കെ പിന്നെ അവരുടെ ജീവിതത്തെ പിന്നെ ആ രണ്ട് ചെറുപ്പക്കാരുടെ വലിയ പ്രതീക്ഷകൾ ഉണർത്തുന്ന 2 ചെറുപ്പക്കാർ, 2 വലിയ ഭാവിയുള്ള ചെറുപ്പക്കാർ, അവർ അന്ത്യം കണ്ടു. പിന്നെ വധു അവർ പിന്നെ ചെറിയ തരം പരിക്കുകളോടെയാണെങ്കിലും രക്ഷപ്പെട്ടു. പക്ഷേ അവരുടെയും ജീവിതം എന്താണ്? പിന്നെ ദിനത്തിൽ തന്നെ വരൻ നഷ്ടപ്പെട്ടു, പിന്നെ ഭർത്താവിനെ നഷ്ടപ്പെട്ടു. അപ്പോൾ അങ്ങനെയുള്ള ആ മഹാദുഃഖങ്ങൾ അവർ എല്ലാവരും, അതുപോലെ തന്നെ മകൻ നഷ്ടപ്പെട്ട മാതാപിതാക്കൾ, പിന്നെ മരുമകനെ നഷ്ടപ്പെട്ട പിന്നെ അവരുടെ വധുവിൻ്റെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, അപ്പോൾ ഇവരുടെ എല്ലാം ദുഃഖം അതിൻ്റെ ആഴം എത്രയെന്ന് നമുക്ക് ആർക്കും പിന്നെ അളക്കാനാവില്ല. ആകപ്പാടെ നമ്മളൊക്കെ ആശ്വസിക്കുന്ന ഒരു കാര്യം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വിധിയിൽ വിശ്വസിക്കുക. ഇത് ഇത്രയേ ഉള്ളൂ, ദൈവം ഇത്രയേ തന്നിട്ടുള്ളൂ. പണ്ട് പിന്നെ ഇയ്യോബിൻ്റെ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്ന പോലെ ദൈവം തന്നു, ദൈവം എടുത്തു, അപ്പം ദൈവനാമത്തിന് മഹത്വം എന്നാണ് അവരുടെ മാതാപിതാക്കളൊക്കെ ആശ്വസിക്കുന്നതായി കണ്ടത്. അവരുടെ ആ വിശ്വാസദാർഢ്യമാണ് ഇക്കാര്യത്തിൽ വളരെ ശ്രദ്ധേയമായിട്ട് തോന്നിയത്. ഇത്രയും വലിയ ദുരന്തം വന്നിട്ടും ആ മാതാപിതാക്കൾ ആ ചഞ്ചലചിത്തരാകാതെ ഉറച്ചു നിൽക്കുന്നത് കണ്ടു. അവർ മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോഴും അതുപോലെ തന്നെ ഇന്നത്തെ വെഹിക്കിളുമൊക്കെ അവരുടെ ആ
മുഖഭാവങ്ങളിൽ ആ ആ പിന്നെ ദൈവനിശ്ചയത്തിന് കീഴടങ്ങുന്ന ആ ഒരു വിശ്വാസദാർഢ്യം അത് തീർച്ചയായിട്ടും അഭിനന്ദനം അർഹിക്കുന്നു. അവരുടെ ആ വിശ്വാസം അവരെ രക്ഷിക്കട്ടെ, അവരുടെ അതിലവർ ആശ്വാസം കണ്ടെത്തട്ടെ, അതിലൂടെ മറ്റുള്ളവർക്കും അതൊരു പാഠവും ആശ്വാസവുമാകാൻ ഇടയാകുകയും ചെയ്യട്ടെ. എന്തായാലും മരിച്ച പിന്നെ ദേവിനും അതുപോലെ തന്നെ മരിച്ച നിഖിലിനും നമ്മൾ ആദരാഞ്ജലി അർപ്പിക്കാം. അവരുടെ ആത്മാക്കൾക്ക് നിത്യശാന്തി നേരാം.